Assalamu alaikum wa rahmatullah. Bismillahir Rahmanir Rahim. Alhamdulillah alladhi hadana li hadha wa ma kunna linahtadiya lawla an hadana Allah. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون من جاء بالحسنة فله 10 أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ തൗഫീഖ് കൊണ്ട്, സഹായം കൊണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ സലഫി പ്രവർത്തകന്മാർ ഈ പാലക്കാട് നഗരത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ധാരാളം ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അധ്വാനമാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദശാബ്ദങ്ങളായി നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരും നിഷ്കളങ്കരായ നമ്മുടെ പൂർവകാല പ്രവർത്തകന്മാരും അത്യധ്വാനം ചെയ്തും അവിടെ വിലപ്പെട്ട അനന്തരാവകാശികൾക്ക് കൈമാറേണ്ട വിലപ്പെട്ട സ്വത്തുക്കളെ ദാനം നൽകിയും പരിരക്ഷിച്ചു വന്ന മഹത്തായ ഒരു ആദർശ പ്രബോധന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന് ഏറ്റവും പഴക്കമുള്ള ജില്ലകളിൽ ഒരു ജില്ലയാണ് ഈ പാലക്കാട് ജില്ല എന്നതും നമുക്ക് തിരിച്ചറിയാനാവും. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ പ്രബോധന രംഗത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രബോധനങ്ങൾ ഇവിടെ അണമുറിയാതെ അതിശക്തമായി മുന്നോട്ട് പോകും എന്ന് നമ്മുടെ മനസ്സാക്ഷികളെ നമുക്ക് ബോധ്യപ്പെടുത്തുവാനും അത്തരമൊരു പരാജയത്തെ, അത്തരമൊരു പതനത്തെ കാത്തുനിൽക്കുന്നവരെ നിരാശപ്പെടുത്തുവാനും ഈ മഹത്തായ ഒത്തുചേരൽ സാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണങ്ങളിൽ, ഉത്ബോധന ക്ലാസുകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലും നമുക്ക് ചേർത്തു വയ്ക്കുവാനുള്ള ഒട്ടനവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുന്നത് കൂടെയാണ് ഈ മഹത്തായ സമ്മേളനം. അതിനനുസരിച്ചാണ് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സമയം പരിമിതമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയായി സ്വീകരിക്കേണ്ട ചില പെരുമാറ്റപരമായ മര്യാദകളെക്കുറിച്ചും നമ്മൾ പരസ്പരം പാലിക്കേണ്ട ചില ബന്ധങ്ങളെക്കുറിച്ചുമാണ് ഹ്രസ്വമായ വാക്കുകളിൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ബന്ധങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ അനുഭവങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മുടെ മനസ്സ് നിരാശപ്പെടുന്ന, നമുക്ക് അതീവമായ ദുഃഖം തോന്നുന്ന സന്ദർഭങ്ങൾ ഏതാണ് എന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കൂ. ചിലപ്പോഴൊക്കെ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ മനസ്സ് പ്രയാസപ്പെടുന്ന സമയത്ത് ഫോൺ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ അടുത്ത കാലങ്ങളിലായി ഞാൻ നിരന്തരം കേൾക്കാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ ക്യാമ്പസിലുള്ള, എൻ്റെ ക്ലാസ്സിലുള്ള ഏറ്റവും അടുത്ത എൻ്റെ സുഹൃത്ത് എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ വളരെ കാലത്ത് സ്നേഹിതന്മാരാണ്. അവൻ എന്നോട് തെറ്റിയപ്പോൾ, എന്നോട് പിണങ്ങിയപ്പോൾ വല്ലാത്ത ഒരു മനപ്രയാസം, പഠിക്കാൻ തോന്നുന്നില്ല, കോളേജിൽ വരാൻ തോന്നുന്നില്ല, എന്തൊന്നില്ലാത്ത ഒരു മനോവേദന അനുഭവപ്പെടുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമ്മളുടെ ഒരു പ്രത്യേകതയാണ്
ഒരാളെ നാം സ്നേഹിക്കുമ്പോൾ എന്തു ത്യാഗം അനുഭവിച്ചും അയാൾക്ക് നാം സ്നേഹം കൊടുക്കും. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹം വല്ലാതെ നൽകി കഴിയുമ്പോൾ നമ്മുടെ മനസ്സുകൾ അടുക്കും. പിന്നീട് നാം സ്നേഹിക്കുന്ന ആ മുഖത്ത് എന്നും നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരി നാം കാണുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നടന്നാൽ, നമ്മളോടൊന്ന് പുഞ്ചിരിക്കാതിരുന്നാൽ, ഒന്ന് സലാം പറയാതിരുന്നാൽ, ആ ബന്ധം ഒരല്പം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ വല്ലാത്ത ഒരു മനോവേദന നമുക്കുണ്ടാവും. ഇത് ജീവിതത്തിൽ എവിടെയുമുണ്ട്. ചിലപ്പോഴൊക്കെ വിവാഹം കഴിഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പെൺമക്കളോ അല്ലെങ്കിൽ ആൺമക്കളോ ആരാവട്ടെ, ഒന്ന് ഉമ്മയെ പോയി കാണാം, ഒന്ന് വാപ്പയെ പോയി കാണാം എന്ന നിലയ്ക്ക് സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ദിവസത്തെ പകലിൽ വേണ്ടത്ര ഒരു സ്വീകരണവും ഒരു അനുഭാവവും ഒരു സംസാരവും ഒരു പെരുമാറ്റവും സ്നേഹവും ഒന്നും സന്ദർശിക്കാൻ ചെന്ന ഉമ്മയോ അല്ലെങ്കിൽ അന്ന് വീട്ടിലുള്ള മരുമക്കളോ മക്കളോ കാണിക്കാതിരുന്നാൽ, എന്തേ ഞാൻ വന്നിട്ടും ഇവരിങ്ങനെ എന്ന് മനസ്സിൽ വല്ലാത്തൊരു വേദനയോടുകൂടെ ആയിരിക്കും ആ തിരിച്ചു പോരൽ. ബന്ധങ്ങളിൽ എവിടെ ചെറിയ ഒരു പ്രയാസം വന്നാലും അത് നമ്മുടെ മനസ്സുകളെ തളർത്തുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാൽ സഹോദരങ്ങളെ, ഈ ബന്ധങ്ങളുടെ പരിശുദ്ധതയും പരിഭാവനതയും മനസ്സിലാക്കി അത് കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ വലിയ ശ്രമം നടത്തണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ നന്മകൾക്ക് വേണ്ടിയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മരണത്തിനപ്പുറത്തുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തനുഭവങ്ങൾ തന്നാലും അത് കൈകെട്ടി നിന്ന് അനുഭവിക്കാനല്ലാതെ നമുക്കൊന്നിനും പറ്റില്ല. ഒരു വേദനയുടെ അനുഭവത്തിൽ ഒന്ന് തടുക്കുവാനോ വേദന വരുന്ന സ്ഥലത്തൊന്ന് കൈവയ്ക്കുവാനോ ഒന്നാർത്തു വിളിക്കുവാനോ പോലും പറ്റാത്ത രൂപത്തിലാണ് പരലോകത്തെ നരകവും പ്രതിസന്ധികളും നമ്മളെ കാത്തിരിക്കുന്നത്. ഇനി സ്വർഗവും സന്തോഷങ്ങളുമാണെങ്കിലും അതെല്ലാം നമ്മുടെ ഇഹലോകത്തെ കർമ്മത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി നന്മകളെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസി ശ്രമിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിസ്സാരമെന്ന് വിചാരിക്കാവുന്ന ഇത്തരം കാര്യങ്ങളെയും നമ്മൾ ഗൗരവത്തോടുകൂടെ പരിഗണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന നന്മകളെക്കാളും പ്രവർത്തനങ്ങളെക്കാളും കൂടുതൽ പ്രയോജനം നമുക്ക് ലഭിക്കുന്നത് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മങ്ങൾക്കാണ്. ഞാൻ ഉദാഹരണം പറയാറുണ്ട്. ഒരുപക്ഷെ ഒരു 25 കൊല്ലം ഗവൺമെന്റ് സർവീസിൽ ഞാൻ ഇനി ഉണ്ട് എങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനല്ല, ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം ഒരു വർഷത്തിൽ 1,00,000 രൂപയാണ് എനിക്ക് വരുമാനമായി ലഭിക്കുന്നത്, ശമ്പളമായി ലഭിക്കുന്നതെങ്കിൽ 25 കൊല്ലം രാവിലെ ചോറ്റുംപാത്രം എടുത്ത് 1.5 മണിക്കൂർ ബസ്സിലിരുന്നങ്ങാട്ട് കോളേജിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വന്നാൽ 25 കൊല്ലത്തെ കഠിനാധ്വാനം കൊണ്ട് എനിക്കു നേടാൻ പറ്റുന്നത് ഒരു 25 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന നല്ല കച്ചവട പ്രാഗൽഭ്യതയുള്ള ഒരു കച്ചവടക്കാരനെ, ഒരു സ്ഥലക്കച്ചവടക്കാരൻ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനെ ഒരൊറ്റ കച്ചവടത്തിലാണ് 25 ലക്ഷവും 50 ലക്ഷവും 1 കോടിയും ഒക്കെ ലാഭമായി ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞത് 25 കൊല്ലത്തെ രാപ്പകലിന്റെ അധ്വാനം എനിക്ക് 25 ലക്ഷമാണെങ്കിൽ ഒരു പകലിന്റെ അരമണിക്കൂർ കൊണ്ട് 25 ലക്ഷം നേടാൻ ഇവിടുത്തെ ഭൗതികമായ കച്ചവടങ്ങളെ കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും കഴിയുന്നതാണ്. അപ്പൊ ഇവിടുത്തെ അധ്വാനങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതാണെന്ന് പറയാനാണ് ഞാൻ ആ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിലെ മതപരമായ നന്മകൾക്കും പുണ്യകർമ്മങ്ങൾക്കും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ കണക്കാക്കാൻ പറ്റാത്തതാണ്. അത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അത് ചെറുതല്ലേ, അത് നിസ്സാരമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിച്ച് കളയാറാണ് പതിവ്. ഒന്നും വേണം, നിങ്ങൾ ഹദീസിന്റെ വല്ല പുസ്തകവും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെടുത്ത് വായിച്ചാൽ മതി. ഒന്ന് ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ആഴം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ബാങ്ക് കേട്ട് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നിടത്ത് പാപങ്ങൾ മുഴുവൻ പുറത്തു പോകുന്നതാണ്. ഒലുവെടുക്കാൻ തുടങ്ങുന്ന ഒരുത്തന്റെ ഒലുവെടുക്കുമ്പോൾ അവന്റെ അളാഫുകളുടെ നഖങ്ങളിലൂടെ അവന്റെ പാപങ്ങൾ പുറത്തു പോകുമെന്നാണ്. നമസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്ന ഓരോ കാലടിപ്പാദങ്ങളിലും ഒരു നന്മയും ഒരു തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യാൻ. നിസ്കാരത്തിന് കുറച്ചു നേരത്തെ അവിചാരിതമായി പള്ളിയിലെത്തിയാൽ പോലും നിസ്കാരം വരെ ഇരിക്കുന്നതിന്റെ പ്രതിഫലം ഇതിനേക്കാളും വലിയ പ്രതിഫലമാണ്. ഒരു നിസ്കാരത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ കിട്ടുന്ന ഫലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ലിസ്റ്റ് നീണ്ടു കിടക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഒരു നന്മകളെയും നമ്മൾ അവഗണിക്കാതെ മുന്നോട്ട് പോകണം. പക്ഷെ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ഈ ബന്ധങ്ങൾ ചേർക്കുക, പരസ്പരമുള്ള പെരുമാറ്റങ്ങൾ, ഇതിലാണ് പലർക്കും വീഴ്ച വരുന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഇന്ന് പല ആളുകളും ഏറ്റവും തീവ്രമായി ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തുവാനും ഇസ്ലാമികമായ ഒരു സലഫിയത്ത് നിലക്ക് സ്വഹാബത്തിന്റെ അതേ മാർഗത്തിലേക്ക് തിരിച്ചു പോകണം, അത് തീവ്രമായി തന്നെ ആചരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരിലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്.
അതിന് നല്ലൊരു പ്രവണതയായി നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അത്തരം ഒരു പുതിയ മുന്നേറ്റത്തെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവർ തീരെ വില കൽപ്പിക്കാത്തത് ബന്ധങ്ങൾക്കാണെന്നുള്ളതാണ്. അത് കുറച്ച് പ്രയാസ സഹോദരങ്ങളെ. രാത്രി മുഴുവൻ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനേക്കാളും കുറച്ച് പ്രയാസമുണ്ട് റമദാനത്തെ അവസാനത്തെ 10. അതൊന്നും ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല, വലിയ നന്മകളാണ് അതൊക്കെ. പള്ളിയിൽ 10 ദിവസം എല്ലാം ഉപേക്ഷിച്ച് എഴുത്തിക്കാപ്പിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ത്യാഗപൂർണ്ണം തന്നെയാണ്. പക്ഷെ അതിലേറെയൊക്കെ പ്രയാസകരമാണ് എന്തെങ്കിലും ഒന്ന് തെറ്റാതെ പിണങ്ങാതെ ഒരു നല്ല നിലക്ക് ഞാൻ എൻ്റെ ഭാര്യയെ നോക്കി നടത്തി കൊണ്ടുപോകുക എന്നുള്ളത്. ആ ബന്ധം, എൻ്റെ ഭാര്യയുമായുള്ള ബന്ധം, എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളുമായുള്ള ബന്ധം, എൻ്റെ മക്കളുമായുള്ള ബന്ധം, എൻ്റെ അയൽവാസിയുമായുള്ള ബന്ധം, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ ബന്ധം, അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നല്ല പ്രയാസം. തസ്ബീഹുകൾക്കും ദിക്റുകൾക്കും ആരാധനകൾക്കുമുള്ള എല്ലാ പ്രാധാന്യവും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, നല്ല ആരാധനകളിൽ നിഷ്ഠ കാണിക്കുന്ന ആളുകൾക്ക് പോലും പരസ്പരമുള്ള പെരുമാറ്റങ്ങളിലും മര്യാദകളിലും അതിൻ്റെതായ അവസ്ഥ പാലിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പറഞ്ഞ ശിക്ഷ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റും. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർള് വതുഖത്തിഉ അർഹാമകും ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർള്. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യാണ്, തിരിഞ്ഞു പോവുകയാണെങ്കിൽ, നിങ്ങൾ എന്താ, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അൻ തുഫ്സിദൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കൂടെ അള്ള ചേർത്ത് പറഞ്ഞത് എന്താ അറിയോ? വതുഖത്തിഉ അർഹാമകും, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ വിച്ഛേദിച്ചു കളയുന്നു എന്നാണ്. സഹോദരങ്ങളെ, ബന്ധങ്ങളെ മുറിച്ചു കളയാം. ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന എല്ലാവർക്കും ഒരു ഹരമാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. സാധാരണഗതിയിൽ നമ്മൾ അങ്ങേയറ്റം സഹായങ്ങൾ ചെയ്ത് സ്നേഹം നൽകി നമ്മൾ പരിരക്ഷിക്കുന്ന പല ആളുകളുണ്ടാകും. അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഓടിങ്ങോട്ട് വരും, അവർക്ക് നമ്മൾ സഹായം ചെയ്യും. ഇങ്ങനത്തെ ആളുകളൊക്കെ കുറച്ച് മുന്നോട്ട് പോയാലേ നമ്മളോട് തെറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം അന്വേഷിക്കും. എപ്പോഴെങ്കിലും നമുക്കെതിരെ ഒരു ശത്രു വ്യൂഹം രംഗപ്പേരുകയാണെങ്കിൽ അവരെ കൂടുതൽ ഇവരുണ്ടാവും. ഏത്, നമ്മുടെ മുഴുവൻ ആനുകൂല്യങ്ങൾ പറ്റിയ സഹായങ്ങൾ സ്വീകരിച്ച ആളുകൾ അപ്പുറത്തുണ്ടാവും. അതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് അറിയും. നമ്മൾ ഏറ്റവും അധികം നന്നായി ഹൃദയപൂർവ്വം പെരുമാറി സ്നേഹം നൽകി ഔദാര്യം ചെയ്ത ആളുകൾ അപ്പുറത്ത് നിൽക്കാനുള്ള കാരണം എന്താ? നമ്മളുമായി ഇനിയും ബന്ധം തുടർന്നാൽ നമ്മൾ ഇതുവരെ കൊടുത്ത ആനുകൂല്യങ്ങൾക്ക് അവർ നമ്മളോടൊരു വിധേയത്വം കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി എന്താന്ന് വിചാരിച്ചാൽ, ഏറ്റവും ആനുകൂല്യങ്ങൾ കിട്ടിയ ആളോട് പെട്ടെന്ന് ഒന്നാണ് പിണങ്ങിക്കഴിഞ്ഞാൽ, അതിനൊരു കാരണം ഉണ്ടാക്കിയാൽ പിന്നെ അയാളെ പരിഗണിക്കണ്ടല്ലോ, പിന്നെ ആ ബന്ധം കാത്തു സൂക്ഷിക്കും വേണ്ട. പല ആളുകളും ഏറ്റവും വലിയൊരു കുറുക്കു വഴിയായി കാണുന്നതാണ് ബന്ധങ്ങളെ വിച്ഛേദിക്കാം. എത്രമാത്രം നിങ്ങൾ ചെറിയൊരു കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും തലാഖിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്കെന്താ വേർപിരിഞ്ഞാൽ, നമുക്കെന്താ വേറെ പോയാൽ, എന്താ വേറൊരു വിവാഹം കഴിച്ചാൽ, ഇതൊക്കെ ചിന്തിക്കാൻ കാരണം ഒരു ബന്ധം നന്നാക്കി കൊണ്ടുപോകണമെങ്കിൽ നല്ല പ്രയാസമാണ്. ഒരു പിണക്കം മാറ്റി മുന്നോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേഗം അതെല്ലാം മുറിച്ച് കശക്കി എറിയുക, ഒരു കാരണം കണ്ടെത്താൻ. ഇത് വാപ്പാനോട് ഉമ്മാനോട് തെറ്റുക, എന്നാ പിന്നെ വഴിക്ക് പോകണ്ടല്ലോ. വാപ്പാൻ ഇമ്മാനെ ഒരു മൂലക്കെട്ട് നമുക്ക് സുഖമായി ജീവിക്കാൻ ഒരു കാരണം കണ്ടെത്തുക. സ്വത്ത് വീതിച്ചപ്പോൾ ഒരു പ്രശ്നം, അല്ലെങ്കിൽ വർത്തമാനത്തിൽ വന്നൊരു പ്രശ്നം, നിലപാടിൽ വന്നൊരു പ്രശ്നം, ഇത് പറഞ്ഞാൽ തെറ്റിയ പിന്നെ ആ ബന്ധങ്ങൾ പാലിക്കേണ്ട. സഹോദരങ്ങൾ, മക്കൾ ചെയ്യുന്ന ഒരു തന്ത്രമാണ്, നമ്മളുമായുള്ള സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. പക്ഷെ ഈ തന്ത്രങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ ആയത്തൊന്ന് മനസ്സോടെ വായിച്ചോളൂ. ഒരു ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ വിച്ഛേദിച്ച് അതൊരു സൗകര്യമായി തന്റെ സുഖവും സന്തോഷവും നോക്കി ജീവിക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നത്, അള്ളാഹു അവരെ ശപിക്കും. അള്ളാഹിന്റെ ശാപം സഹോദരങ്ങളെ പേടിച്ചോളി. അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഖുർആനിലെ ചെറിയൊരു സൂറത്ത് മനസ്സിക്ക് വന്നാൽ മതി. ബന്ധങ്ങളെ വിച്ഛേദി വെക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഏതാ ചെറിയ സൂറത്ത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. എന്താ സൂറത്തിന്റെ അകക്കാമ്പ്? എന്താ സഹോദരങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനാണ്. അവിടെ ഒരു ബന്ധം വിച്ഛേദിക്കുകയാണ്. സ്വന്തം പിതൃവ്യപുത്രനോടുള്ള ബന്ധം വിച്ഛേദിക്കുക മാത്രമല്ല, എവിടെയൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നുവോ അവിടെയൊക്കെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു ശപിച്ചു. എന്തായിരുന്നു സഹോദരങ്ങളെ ആ ശാപത്തിന്റെ പരിണാമം? നമുക്കറിയില്ലേ. ആ അബൂലഹബിന്റെ മകൻ മരിച്ചത് സിംഹം പിടിച്ചിട്ടാണെന്നാണ് ചരിത്രം. സിംഹം, ഒരു വന്യജീവിയുടെ വായയിലായിരുന്നു ഒരു മകന്റെ മരണം. ഇനി അയാൾ മരിച്ചപ്പോഴോ
അയാൾ മരിച്ച സമയത്ത് ഒരു മനുഷ്യന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിരൂപമായ ഒരു മാംസകഷ്ണമായിരുന്നു അബൂലഹബ് എന്നാണ് ചരിത്രം പറയുന്നത്. അള്ളാഹുവിന്റെ വാക്ക് നോക്കുന്നത് നശിക്കട്ടെ, യഥാ അബീലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരുകൈകളും അവൻ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ശാപത്തെ പ്രതിരോധിക്കാൻ അവന്റെ സ്വത്തിന് പറ്റില്ല, അവന്റെ സമ്പാദ്യത്തിന് പറ്റില്ല, അവന്റെ പരിവാരങ്ങൾക്ക് പറ്റില്ല. അവന്റെ സമ്പാദ്യമോ അവന്റെ ധനമോ അവന് ഉപകാരപ്പെട്ടില്ല. അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവന്റെ പണം കൊണ്ടവനായില്ല, അവന്റെ സമ്പാദ്യങ്ങളെ കൊണ്ടായില്ല. ഇനിയോ ഈ ശാപത്തിന്റെ പരിണിതി എന്താണ്? ഇനി നാളെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവൻ കിടന്നെരിയും. ജ്വാലകളുള്ള അഗ്നിജ്വാലകളിൽ അവൻ പ്രവേശിക്കും, അവിടെ അവൻ കടന്നെരിയും. വിറവ് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ആ നരകത്തിൽ ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ ശാപാണ്. മരിച്ചിട്ട് മറയാൻ ആളെ കിട്ടിയില്ല സഹോദരങ്ങളെ. കുടുംബ ബന്ധുക്കൾ ഒരാളത് വലിച്ചു കൊണ്ടുപോയ ഒരു കുഴിയിലിടാൻ ഒരാളെ കിട്ടിയില്ല. അതാണ് ശാപം. സൗകര്യപ്പെടും വിചാരിക്കരുത്. ബന്ധങ്ങളെ വിച്ഛേദിച്ചുകൊണ്ട് സൗകര്യത്തോടെ ജീവിക്കാമെന്ന് സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ബന്ധങ്ങൾ പാലിക്കുന്നവർക്ക് കിട്ടുന്ന മാനസിക സമാധാനവും സന്തോഷവും എന്താണ് സഹോദരങ്ങളെ? വളരെ വലിയ സന്തോഷമാണ് കിട്ടാൻ പോകുന്നത്. കുറച്ച് ആളുകൾ നമ്മളോട് ചിരിച്ചും കളിച്ചും നല്ല ഹൃദയ ബന്ധത്തിലും നമ്മളൊപ്പം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ എന്തായിരിക്കും അവസ്ഥ? ചില ആളുകളൊക്കെ മരണപ്പെട്ടെടുത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ കാണും, ആ ആത്മബന്ധങ്ങളെ നമ്മൾ കാണും. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നും ഒഴിയാതെ ബന്ധുക്കളും കുടുംബങ്ങളും മുഴുവൻ സഹോദരങ്ങളെ, മക്കൾക്കും ഭാര്യക്കും പോലും ദുഃഖങ്ങളെ അടക്കി വെക്കാൻ പറ്റുമ്പോഴും അടക്കി വെക്കാൻ പറ്റാത്ത വിതുമ്പി കബറിൽ മണ്ണ് തൂരുവോളവും കാത്തു നിൽക്കുന്ന ബന്ധുക്കളെയും ആളുകളെയും കാണാൻ പറ്റും. സഹോദരങ്ങളെ, പിശുക്കില്ലാതെ നൽകൂ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും മറ്റുള്ളവർക്ക്. നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഗുണമാകുന്ന രൂപത്തിൽ നിങ്ങളുടെ സ്വത്തിനെ നിങ്ങൾ ചെലവഴിക്കണം. തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്നും ആർ കാത്ത് രക്ഷിക്കപ്പെടുന്നുവോ? മനസ്സിന്റെ പിശുക്ക്. സഹോദരങ്ങളെ, പിശുക്കില്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ, ഒരു വാക്കിലൊരു വിട്ടുവീഴ്ച നൽകാൻ, സാമ്പത്തികമായ ഒരു സഹായം ചെയ്യാൻ, ഒരു വഴി വിട്ടുകൊടുക്കാൻ, ഒന്ന് മനസ്സ് തുറന്നൊന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് സ്നേഹത്തോടുകൂടെ തിരക്കിലാണെങ്കിൽ ഒന്ന് കൈപിടിച്ചൊരു അല്പസമയം ഒരു മുസാഫഹത്തിൽ നിൽക്കാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം സഹോദരങ്ങളെ. ആ സ്നേഹങ്ങളും ബന്ധങ്ങളും വല്ലാത്തൊരു മുതൽക്കൂട്ടാണ് നമുക്ക്. യാതൊരു സംശയവും ആ കാര്യത്തിൽ വിചാരിക്കേണ്ട. അത് ഇഹലോകത്തും പരലോകത്തും ആ സ്നേഹവും ബന്ധങ്ങളും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പിശുക്കില്ലാതെ ചെയ്യേണ്ട വേണം സഹോദരങ്ങളെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരസ്പരമുള്ള സലാം പറയൽ. സലാം പറയാത്തവരാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സലാം പറയുന്നിടത്ത് സഹോദരങ്ങളെ നമുക്കൊക്കെ ഭയങ്കര പിശുക്കുണ്ട്. ആ സലാമിന്റെ ഗുണം അറിയാഞ്ഞിട്ടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മളെ വീട്ടിലത്തെ ആളുകൾക്ക്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ മക്കള്, നമ്മളെ ഭാര്യമാര്, ഇവർക്കൊരു ബർക്കത്തും ഹൈറും വരുന്നതിൽ സഹോദരങ്ങളെ നമുക്ക് ആഗ്രഹമില്ലേ? ഒരു ഹദീസ് നിങ്ങൾ നോക്കൂ. നിങ്ങൾ യാ ബുനയ്യ, ഏ കുഞ്ഞു മകനെ, ഇതാ ദഖൽത അലാ അഹ്ലിക്, നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫസല്ലിം, മോനെ നീ സലാം പറയണം. എന്താ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞാൽ? സഹോദരങ്ങളെ, ഒരു വീട്ടിലുള്ളവർ മുഴുവനും വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞാൽ എത്ര സലാമുകൾ ആ വീട്ടിൽ കിട്ടും. രക്ഷക്കുള്ള പ്രാർത്ഥന, അതിന്റെ ഗുണം റസൂലുള്ളാഹി പറഞ്ഞു തരികയാണ്. യകുൻ ബർക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, യകുൻ ബർക്കത്തൻ അലൈക, മോനെ ആ സലാം പറയുന്ന നിനക്ക് അതിന്റെ ബർക്കത്ത് കിട്ടും. നീ സലാം പറഞ്ഞ കുടുംബമില്ലേ, നിന്റെ ഉമ്മയും ഉപ്പയും നിന്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും, അവർക്കും ആ അനുഗ്രഹത്തിന്റെ ബർക്കത്തുകൾ ലഭിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു പിശുക്കില്ലാതെ ഒരു സലാം പറയുന്നത് കൊണ്ട് ഒരു പുണ്യം നിർവഹിക്കുന്ന അവസ്ഥ മാത്രമല്ല, വാക്കുകളും സംസാരങ്ങളും സ്നേഹബന്ധങ്ങളെ വർദ്ധിപ്പിക്കും. പക്ഷെ നല്ല വാക്ക് പറയണം,
പലപ്പോഴും നമ്മൾ വാക്ക് പറയാൻ ആഗ്രഹിക്കുക എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരാളെ മനസ്സിന് കൊള്ളുന്ന എന്തെങ്കിലും ഒരു സംഗതി കാരണം അനക്കിപ്പോ എനിക്ക് ഫോൺ വിളിക്കാനൊന്നും നേരല്ലല്ലോ, ഇന്നൊന്ന് കാണാനും നേരല്ല, വിളിക്കാനും നേരല്ല. എന്തെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടിയാൽ ആ കണ്ടുമുട്ടുമുണ്ടാകുന്നതിന്റെ അടുപ്പം ഒരു നിലക്കുണ്ടാകാൻ പറ്റാത്തൊരു വാക്കാണ് കണ്ടുപിടിച്ച് ആദ്യമായി ആശംസയായി നേരുക. ഒരു വിമർശനം, ഒരു കുറ്റപ്പെടുത്തൽ, ഒരാക്ഷേപം, ഒരു പരിഹാസം. ഇതാണ് ഏതു സംസാരത്തിന്റെയും തുടക്കം. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് എനിക്ക് എപ്പോഴും ഒരു തമാശയായി എന്റെ മനസ്സിൽ നിൽക്കാറുണ്ട്. പ്രൊഫഷണലായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾ എന്നോട് പറഞ്ഞ് ആരോട് സംസാരിച്ചാലും നമ്മളെ മനസ്സ് അടുക്കുക ചെയ്യാം. ബസ്സിൽ ഇന്ന് വരെ കാണാത്ത ഒരുത്തന്റെ കൂടെ അരമണിക്കൂർ എന്ന് വർത്താനം പറഞ്ഞാൽ ഇറങ്ങുമ്പോഴേക്കും അവന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഞാനും ഭാര്യയും വർത്താനം പറയാൻ തുടങ്ങിയാൽ അപ്പം തെറ്റും. ആദ്യത്തെ ഒരു വാക്ക് കുഴപ്പമുണ്ടാവില്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും വാചകം പറയുമ്പോൾ ഞങ്ങൾ തെറ്റിയിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, സംസാരിക്കുന്നതിലൂടെ ബന്ധം സ്ഥാപിക്കപ്പെടും. അതുകൊണ്ടാണ് ഒരു സലാമിന്റെ മഹത്വം പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞത് ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. വിശ്വസിക്കുന്നത് വരെ സ്വർഗത്തിൽ ആരും കിടക്കൂല. ഈമാനില് സ്വർഗത്തിൽ അവൻ കിടക്കൂല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ ആരും വിശ്വാസികളാകയില്ല. അവല അദുല്ലുക്കും അലാ ഷൈ. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹു റസൂലിനെ ഇൽമ പഠിപ്പിച്ചില്ല സഹോദരങ്ങളെ, കേൾക്കാത്തതല്ല, പഠിക്കാത്തതല്ല. എന്താണ്? അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ തഹബ്ബബ്തും, നിങ്ങൾക്ക് സ്നേഹമുണ്ടാകും. അഫ്ശുസ് സലാം, സലാം പറയാനാ പറഞ്ഞു. സഹോദരങ്ങളെ, പിശുക്കില്ലാതെ സലാം പറയണം. എവിടെയും നമ്മളിപ്പോ കയറുന്ന ഓഫീസിൽ ഒരു മുസ്ലിമായ ഒരാളുണ്ടെങ്കിൽ നമുക്കവിടെ സലാം പറയാലോ. എവിടെ കണ്ടാലും സലാം പറയാൻ പറ്റും. ആ സലാമിനെ നമ്മൾ വ്യാപിപ്പിക്കുവാനും ആളുകളോട് പറയാനും, അത് സ്വന്തം ഭാര്യയോട് പറയാനും, ഭർത്താവിനോട് പറയാനും, മാതാപിതാക്കളോട് പറയാനും ഒക്കെ നമുക്ക് തയ്യാറാവണം. അതേപോലെ തന്നെ പ്രധാനമാണെന്തരും നമ്മളൊരു പുണ്യമായും സുന്നത്തായും നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഖത്താദ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഞാൻ അനസ് റളിയല്ലാഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. റസൂലുള്ളാഹിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു ചോദ്യമാണ്. അക്കാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ സ്വഹാബത്ത് എപ്പോഴും കാണുമ്പോൾ കൈ കൊടുക്കാറുണ്ടോ, മുസാഫഹത്ത് നടത്താറുണ്ടോ എന്ന് ചോദിച്ചു. അനസ് റളിയല്ലാഹു പറഞ്ഞു കാല നഅം, അതേ, കൈ കൊടുക്കാൻ അത് അന്നത്തെ ഒരു ആചാരമാണ്. സഹോദരങ്ങളെ, നമ്മൾ തമ്മിലുള്ള ബന്ധവും നമ്മുടെ ഈ ഇസ്ലാമികന്റെ വ്യതിരിക്തതയും ശരിക്കും വ്യക്തമാകുന്നത് ആ കൈ പിടിക്കുമ്പോൾ തന്നെ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്ര നേരം പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ തത്വം. രണ്ട് മുസ്ലിങ്ങൾ തമ്മിലല്ല, യൽതഖിയാൻ, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. ഫയതസാഫഹാനി, അവർ മുസാഫഹത്ത് കൈ കൊടുത്താൽ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരികാ, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കില്ല. സഹോദരങ്ങളെ, ബന്ധങ്ങൾ ചേർക്കപ്പെടുന്ന ഒരു പ്രവർത്തനത്തിന് അള്ളാഹു വെച്ച പ്രതിഫലം തരങ്ങൾ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ്. അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ എന്താണെന്നറിയൂ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരൻ, നമ്മുടെ മനസ്സിന്റെ സന്തോഷം ഒരാളെ അറിയിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ പുഞ്ചിരിക്കുക എന്നുള്ളത്. ആളുകളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള മനസ്സ്, ആ പുഞ്ചിരി കൊണ്ട് എന്തൊക്കെ നമുക്ക് ഒരാൾക്ക് നൽകാൻ പറ്റുമെന്നത് വിശാലമാണ്. സമയത്തിന്റെ പരിമിതി ഉണ്ട് സഹോദരൻ. ഒന്ന്, ഞാൻ സന്തോഷവാനാണെന്നാണ്. ഞാനൊന്ന് ചിരിച്ചാൽ കാണുന്നവന്റെ മനസ്സിൽ ഞാൻ സന്തോഷവാനാണ്. അത് അയാൾ മനസ്സിലാക്കി. എന്ത് പ്രശ്നം, എനിക്ക് ചിരിക്കാൻ പറ്റുന്നുവെങ്കിൽ എന്റെ മുഖത്ത് വരുന്ന പുഞ്ചിരിയിൽ ഞാൻ ഒരു നല്ല ജീവിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അത് കാണുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമാണ്. ആ കേൾക്കുന്നവന്റെ മനസ്സിൽ അയാൾക്കൊരു പരിഗണന, അയാളെ അറിയുമെന്ന് നാം അറിഞ്ഞിരിക്കും. അയാൾ അറിയും. ചിരിക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ് നമ്മൾ അയാൾ അറിയുന്നുണ്ട്, എന്നെ അയാൾക്ക് ഓർമ്മ ഉണ്ടല്ലേ, എന്നെ പരിചയമുണ്ടല്ലേ എന്ന ഓർമ്മ മനസ്സിലേക്ക് വരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ കൂടെ ഉള്ളത്. ഒരു സഹാബി പറയുന്നു, മാ ഹജബനി അന്നബിയു മുൻദു അസ്ലംതു വല റആനി ഇല്ലാ തബസ്സമ. ഞാൻ എന്താണോ നബിയെ പരിചയപ്പെട്ടത് അത് മുതൽ ഞാൻ നബിയെ കാണുന്ന ഒരു സന്ദർഭത്തിലും നബി എന്റെ നോക്കി ചിരിക്കാതിരുന്നിട്ടില്ല. ഞാൻ പരിചയപ്പെട്ടത് മുതൽ ഒരു കാലത്തും നബിയെ ഞാൻ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെക്കാളും പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരെ കണ്ടാലും എപ്പോഴും ആ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുമെന്നാണ്. നിന്റെ സുഹൃത്തിനോട് നീ കാണിക്കുന്ന ഒരു പുഞ്ചിരി നിനക്കൊരു ധർമ്മമാണ്. നീ അവന് കൊടുത്തു കഴിഞ്ഞു, ഒരു ധർമ്മം നീ അവന് നൽകി കഴിഞ്ഞു, ഒരു പുണ്യം നീ നേടിക്കഴിഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ഓരോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഇതുപോലെ പ്രധാനമാണ്. നമ്മുടെ അയൽപക്കക്കാർ തമ്മിലുള്ള ബന്ധം, ഞാൻ പറഞ്ഞ അതിന്റെ മഹത്വം പറയാനല്ല, ഞാൻ ഇന്നത്തെ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ അതിന്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥിര താമസമാക്കാൻ വിചാരിച്ച എന്റെ നാട്ടിൽ എന്റെ അയൽപക്കത്ത് എനിക്കെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാള് താമസമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിനേക്കാളും പ്രയാസം എനിക്ക് എന്താണ്?
നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ളൂ, നിങ്ങൾ അടുത്ത് താമസിക്കുന്ന ആൾക്ക് നിങ്ങളൊരു ശല്യക്കാരനാണെന്ന് വന്നാൽ എന്തു വലിയ ദ്രോഹമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഉപകാരം വേണ്ട, ഉപകാരത്തിന്റെ വശം നമുക്ക് തൽക്കാലം മറക്കുക. ഒരു ഉപദ്രവം ഏത് സന്ദർഭത്തിൽ നോക്കിയാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം. അതിന് അധികമൊന്നും വേണ്ട. എന്തെങ്കിലും നമ്മളെ വീട്ടിലെ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ എടുത്തുകാണ്ട് എന്ത് ചെയ്താൽ മതി അറിയങ്ങൾ? തൊട്ടടുത്ത ഒരുത്തന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ തൊട്ടപ്പുറത്തിട്ട് കത്തിച്ചാൽ മതി. അവനൊന്നും നമ്മോട് പറയാൻ പറ്റില്ല. എത്ര കാര്യങ്ങൾ പ്രതികരിക്കാൻ പറ്റാതെ നമ്മുടെ അയൽവാസികൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് അറിയങ്ങൾ. നബിസ്ലാസം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങൾ ഇസ്ലാമിൽ ഗൗരവ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിസ്കരിക്കാനും നോമ്പെടുക്കാനും വലിയ പണിയില്ല സഹോദരങ്ങൾ, അതൊക്കെ ആർക്കും കൊണ്ടെടുക്കാം. മറ്റൊരുത്തനോട് പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മര്യാദ പാലിക്കണമെങ്കിൽ നല്ല പ്രയാസം. അല്ലെങ്കിൽ ഇത്രയൊന്നും ഗൗരവത്തിൽ അള്ളാഹു റസൂൽ ഈ കാര്യങ്ങൾ പറയൂല. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കൂലാന്നാണ്. സ്വർഗ്ഗത്തിൽ കടക്കൂല. ലാ യദ്ഖുലുൽ ജന്ന മൻ ലാ യഅ്മനു ജാറുഹു ബവായികഹു. തന്റെ ഉപദ്രവത്തിൽ നിന്നും അയൽവാസികൾ നിർഭയരാകുന്നവര്. അതായത് എന്നെ കൊണ്ട് എന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ദ്രോഹം ഉണ്ടാവൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങൾ. ഇപ്പൊ വാഹനങ്ങൾ കൂടി നിർത്തുന്ന ആൾക്കാർ നോക്കും. നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ വഴിയിൽ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു പക്ഷെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഓട്ടോറിക്ഷ വരുത്താൻ പറ്റുന്ന ഒന്നും ഒരാളെയും പരിഗണിക്കില്ല. ഒരു വേസ്റ്റ് വെള്ളം ഒഴുകിപ്പോകുന്നിടത്ത് ഒരു പരിഗണനല്ല. ഒരു കാര്യത്തിലൊരു പരിഗണന, അവനവന്റെ കാര്യം നടന്നു പോകാന്ന് മാത്രം. ബാക്കിയുള്ളവർ അത് സഹിച്ചു ജീവിക്കാം എല്ലാ അർത്ഥത്തിലും. വളരെ പ്രയാസകരമായിരിക്കും. തൊട്ടപ്പുറത്തിന്റെ വീട്ടിലെ ടിവിയുടെ ശബ്ദം കൊണ്ട് ഇപ്പുറത്തെ കുട്ടിക്ക് വായിക്കാൻ വയ്യ. ചോദിച്ചാലോ പറഞ്ഞാലോ സഹോദരങ്ങൾ ആ കുടുംബം ഓരോ പണങ്ങും. ഞാൻ പറഞ്ഞു നമ്മളെ കൂടെ ആത്മപരിശോധന നടത്തണം. ഈ ഹദീസൊക്കെ നമുക്ക് പ്രയോഗവൽക്കരിക്കാനുള്ള കാര്യങ്ങളാണ്. ജിബ്രീൽ എന്നോട് എപ്പോഴും വന്ന് വസിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും ബിൽ ജാരി, അയൽവാസിയോട് നന്മ ചെയ്യാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു പോയി എന്റെ സ്വത്തിൽ അവന് അനന്തരാവകാശം വരുമോ എന്ന്. അത്ര വലിയ ബന്ധമാണ് ജിബ്രീൽ എനിക്ക് ഉപദേശിച്ച് തന്നതെന്നാണ്. സഹോദരങ്ങളെ, നാം ഒരു ആത്മവിചാരം നടത്തണം. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അയൽവാസികളും നമ്മളെ കൊണ്ട് അത്തരം ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞ അതിലേറെയൊക്കെ ഉപരിയാണ് എന്താ ആളുകളെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലപ്പുറം ആളുകളെ ദ്രോഹിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ സഹോദരങ്ങളെ ആരെയും കുറ്റപ്പെടുത്താൻ വിചാരിക്കരുത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കണം. കാരണം ഹലാലായ സമ്പത്ത് കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, വേറുള്ള കാര്യങ്ങളെ പോലെയല്ല. അതിൽ പ്രധാനമാണ് നമ്മുടെ കച്ചവടം. ഞാൻ പറഞ്ഞ മിക്കവാറും ആൾക്കാർ കച്ചവടക്കാരാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു പ്രവാചകൻ അതിശക്തമായി ജനങ്ങളോട് ഉപദേശിച്ച കാര്യം ഷുഐബ് നബിന്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കൃത്രിമത്വം കാണിക്കാൻ പറ്റൂല. ഇന്ന് സത്യത്തിൽ നമ്മൾ എവിടെ ചെന്നാലും ഒരു അവിശ്വാസത്തോടു കൂടെ മാത്രമാണ് കച്ചവടക്കാരെ എല്ലാ ആളുകളും കാണുന്നത്. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട്. നബിസ്ലാസമന്റെ ഒരു ഹദീസ് എത്ര കാലിക പ്രസക്തമാണ് എന്ന് നമ്മുടെ കച്ചവടക്കാരായ സഹോദരന്മാർ ശ്രദ്ധിക്കണം. കാരണം നമ്മളുമായി വിശ്വസിച്ച് വരുന്ന ഒരാളെ നമ്മൾ വഞ്ചിക്കാൻ തീരുമാനിച്ചാൽ ഒരു 100 കസ്റ്റമേഴ്സ് ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ 100 ആളെ കാര്യത്തിൽ നാളെ പരലോകത്ത് കണക്ക് പറയേണ്ടി വരും. 50 പൈസ പറ്റിച്ചെടുത്താലും അയാളെ തൽക്കാലം ഒരു തെറ്റായ നിലക്ക് വഞ്ചിച്ചാലും നാളെ പരലോകത്ത് മറുപടി പറയേണ്ടേ സഹോദരങ്ങളെ. നബിസ്ലാസം അങ്ങനെ ഒരു ഭക്ഷണ വിൽപ്പനക്കാരന്റെ അടുത്തുകൂടി നടന്നു പോയപ്പോൾ നബിസ്ലാസം അങ്ങനെ ആ ഭക്ഷണത്തിന്റെ ഉള്ളിലേക്ക് തന്റെ കൈ പ്രവേശിപ്പിച്ചു. ഇത് നബി ചോദിച്ചു, മഹാദായ സ്വാഹിബത്വാം, ഭക്ഷണത്തിന്റെ വിൽപ്പനക്കാരനെ എന്താണോ ഇതെന്ന് ചോദിച്ചു. ഫഖാല അസ്വാബത്തുഹു അൽമാ, നബി അത് മഴ പെയ്ത് നനഞ്ഞതാണ്, നനഞ്ഞു കിടക്കുന്നുണ്ട് ഭക്ഷണ സാധനം. അപ്പൊ നബിസ്ലാസം അഫലാ ജഅൽതഹു ഫൗക ത്വആം, നനഞ്ഞത് എന്തിനാ നീ അടിയിലിട്ടത്? നനഞ്ഞിട്ടുണ്ടെന്ന് ആളുകൾ കണ്ടോട്ടെ, മേലെ വെച്ചോളൂ എന്നാണ്. ആലോചിച്ചു, നിങ്ങൾ ഈ മീൻ മാർക്കറ്റിൽ പോയാൽ കാണാൻ പറ്റും, 5ഓ 8ഓ മീൻ കച്ചവടക്കാർ ഒന്നിച്ച് മത്സ്യം കൊടുക്കും. നല്ല മീനും അല്ലാത്ത മീനും വഴിയിൽ വെച്ചുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാൻ നിൽക്കുക. 4 നല്ല ഫ്രൂട്ട്സിൽ നല്ലതുണ്ടെങ്കിൽ അത് 4 എണ്ണം മേലെടുത്ത് വെക്കും. സഹോദരങ്ങൾ, ആളുകൾ എന്തിനാ പറ്റിക്കണത്? നമ്മൾ അങ്ങനെ വെക്കുക. ഈ പറ്റിക്കുന്ന ആളുകൾ വിചാരിക്കുന്നതൊക്കെ കച്ചവടം ചെയ്തു പോകാനും ലാഭമുണ്ടാകാനും ഇതൊക്കെ സഹായകമാകുന്നുണ്ട്. പൊട്ടന്മാരാ സഹോദരങ്ങളെ. അള്ളാഹുവിലും റസൂലിലും വഹയിലും വിശ്വാസമുള്ളവർ ആലോചിച്ചോളി. അത് നിങ്ങൾ ആ വിൽപ്പനയിൽ നിങ്ങൾ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചാൽ അത് നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയും കാര്യമില്ല. ഞാൻ പറഞ്ഞ 2 കിലോ നിങ്ങൾക്ക് അതിൽ വേസ്റ്റായി ഒഴിവാക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. കാരണം നബിന്റെ ഹദീസ് അങ്ങനെയാണ്, അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖ. എന്ത് കച്ചവടം കഴിഞ്ഞാൽ അത് വേർപിരിയാൻ വേണോ വേണ്ടേന്ന് പറയാതിരിക്കാൻ അവർക്കൊരു സമയം അനുവദിച്ചിട്ടുണ്ട്. അവർ വേർപിരിഞ്ഞു പോണവര് കച്ചവടം പൂർത്തിയാകുന്നതിന് മുമ്പ് അവരവിടുന്ന് പിരിഞ്ഞു പോണതിന് മുന്നേ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്താ, വാങ്ങിയ സാധനത്തിൽ അത്ര ഒരു മെച്ചെല്ലാം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തിരിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തൊരു സ്വാതന്ത്ര്യമാണത്. ഫൈൻ സദ്ദഖാവ ബയ്യന, അവർ സത്യം പറഞ്ഞാൽ വ്യക്തം. എന്താ ബയ്യന പറഞ്ഞാല്?
ആ കച്ചവട ചരക്കുള്ള ദോഷം പറയണം എന്നാ പറയണത്. ആ കച്ചവട ചരക്കുള്ള ദോഷം പറയണം. മനസ്സിലായി? കുറച്ച് ദിവസമായി കൊടുന്നിച്ചിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നല്ലത് നോക്കി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാൻ ആർക്കാ പറ്റിയ സഹോദരങ്ങളെ? ആർക്കാ പറ്റിയ? നേരെ തിരിച്ചല്ലേ ആൾക്കാർ പറയുള്ളൂ. റസൂൽ പറയാണ് ഭൂരിക്ക ലഘുമാഫി ബൈഹിമ, അവിടെ കച്ചവടത്തിൽ അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകും. ഇനി നുണ പറഞ്ഞാൽ അവർ മറച്ചു വെച്ചാൽ, അതിന്റെ ന്യൂനതകളെ കസ്റ്റമർ അറിയാതെ മറച്ചു വെച്ചാൽ എന്താണ്? മുഹിക്കത്ത് ബർക്കത്ത് ബൈഹിമ, അവരുടെ ആ കച്ചവടത്തിന്റെ ബർക്കത്ത് അതോടുകൂടെ മായ്ക്കപ്പെടുമെന്നാണ്. മറ്റേ ഹദീസിൽ കാണാൻ പറ്റും അൽ ഹലിഫു മൻഫഖത്തുൻ, നുണ പറഞ്ഞ് കച്ചവടം ചെയ്താൽ കച്ചവട സാധനങ്ങളൊക്കെ വിറ്റുപോകും. ലിസ്സൽ എത്തി, ചരക്ക് വിൽക്കാൻ നല്ലത് നുണ പറഞ്ഞ് വിൽക്കൽ തന്നെയാണ്. പക്ഷേ മംഹഖത്തുൻ ലിർബഹ്, ലാഭം അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒരു ബർക്കത്തും ആ പണത്തിനുണ്ടാവില്ല. നമ്മൾ പറയും അവിഹിതമായൊക്കെ സമ്പാദിച്ച് കൂട്ടിയിട്ട് സഹോദരങ്ങളെ, ചെറിയൊരു കിഡ്നി ഫെയിലിയർ കുടുംബത്തിൽ ഒരാൾക്ക് വന്നാൽ മതി, ആഴ്ചക്ക് എത്ര കാര്യങ്ങൾ? 4500 റുപ്യ, ഒരു 3 ഡയാലിസിസ് വന്നാൽ നമുക്ക് എത്ര സമ്പാദിക്കാൻ പറ്റുക? പടച്ചോന്റെ കാവലും വേണം സുഹൃത്തുക്കൾ, ഇതൊക്കെ നടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ തൗഫീക്കും ബർക്കത്തും ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് വല്ല ഫലം ഉണ്ടാവും? അള്ളാഹുവിന്റെ ബർക്കത്തില്ലാത്ത ഒരു വീട് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം സഹോദര? അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കാത്ത ഒരു ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? അള്ളാഹുവിന്റെ തൗഫീക്ക് ഇല്ലാത്ത ഒരു ബിസിനസ് കൊണ്ട് എന്ത് പ്രയോജനം? അള്ളാഹുവിന്റെ തൗഫീക്ക് ഇല്ലാത്ത ഒരു വാഹനം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവും നമുക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇടപാടുകൾ, പെരുമാറ്റങ്ങളിൽ, മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഅമ്മലാത്ത്. നാം ശ്രദ്ധിക്കണം, ഒരാളെയും വഞ്ചിച്ചെടുക്കരുത്. ഞാൻ പറയും സാധാരണ സഹോദരങ്ങളെ, തെറ്റുകളൊക്കെ സംഭവിച്ചാൽ അതൊക്കെ പൊറുക്കഷ്ടം പോലെ മാർഗമുണ്ട്. എന്താ അറിയൂ? നമ്മൾ വലിയ തെറ്റുകളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു റമദാൻ കഴിഞ്ഞ ഒരു റമദാൻ ഇടയ്ക്കുള്ള പാപം പൊറുക്കും, ഒരു ജുമാ മുതൽ ഒരു ജുമാന്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ പൊറുക്കും. പാപങ്ങൾ പുറത്തു കിട്ടാൻ ഇഷ്ടം പോലുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പനി വന്നാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതൊക്കെ നബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന സഹോദരങ്ങളെ, ആളുകളിൽ നിന്ന് അവിഹിതമായി പറ്റിച്ചെടുത്ത പണം നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കുക പറയും? എവിടെ കൊണ്ടുപോയി കൊടുക്കുക? എന്തെങ്കിലും ഒരിക്കലും അങ്ങനെ സംഭവിച്ചാൽ, ഞാൻ എന്നും ഓർക്കും, ഗൾഫിൽ പെട്രോൾ പമ്പിൽ നിന്നപ്പോഴേ പെട്രോൾ പമ്പിന്റെ ഓണറെ പറ്റിച്ചിട്ട് കുറെ പൈസ ഒരാൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അയാൾക്ക് കൃത്യ കണക്കുണ്ട്, ഓരോ ദിവസവും എത്ര അയാൾക്ക് വിഹിതമല്ലാത്ത പണം വരുന്നുണ്ട്. അപ്പൊ അയാൾ നാട്ടിലൊക്കെ എക്സിറ്റ് അടിച്ച് വന്നിട്ട് ഇങ്ങനെ എഴുതി കൂട്ടി മൊത്തം ആ മുതലാളിനെ പറ്റിച്ച് അയാളെ കയ്യിൽ വന്ന പൈസ ഏകദേശം 3 ലക്ഷത്തോളം രൂപ ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ ആ 3 ലക്ഷം ഞാൻ എന്റെ സ്വത്ത് വിറ്റ് കൊടുക്കാൻ തയ്യാറാണ്. അത് എവിടെ കൊടുത്താലാ വീട്? നമ്മളോടുള്ള മസലയാണ്. എന്താ ഉത്തരം പറയാം? നിങ്ങളൊക്കെ തന്നെ ആലോചിച്ച് നോക്കിയ ഉത്തരം. അയാൾ മുതലാളിയെ പറ്റിച്ച 3 ലക്ഷം രൂപ ഇന്ന് അയാൾ കൊടുക്കാൻ തയ്യാറാണ്. എവിടെ കൊടുക്കാന്ന് ചോദിക്കുന്നത്? എവിടെയാ പൈസ കൊണ്ടേ കൊടുക്കുക സഹോദരങ്ങളെ? ആ മുതലാളിന് കൊടുക്കാൻ പറ്റും, അയാൾ കൊടുക്കാൻ പറ്റും, അവിടെ കൊണ്ടേ കൊടുക്കാൻ പറ്റും. ഈ അവിഹിതമായി പണം വാങ്ങുന്നവരൊന്നും ആലോചിക്കുന്നില്ല. സ്ഥലം കച്ചവടം ചെയ്യുമ്പോൾ നുണ പറയാ സഹോദരങ്ങളെ, പച്ച നുണ പറയാ, ഇത് ലാഭം വാങ്ങുക. നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഇതൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നു. ധന ഇടപാടുകളും വാക്കുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൂട്ടണം. വാക്ക് സംഭവിച്ചാലും അങ്ങനെ തന്നെയാണ്. ആളുകൾക്ക് പറയാനൊരു മടിയില്ല സഹോദരങ്ങളെ. ആളുകളെ വ്യക്തിഹത്യ ചെയ്യാം, ഗ്രൂപ്പുകൾക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, പള്ളി കൈവശപ്പെടുത്താൻ വേണ്ടി, നാട്ടിൽ മറ്റു കാര്യങ്ങൾ ലാഭിക്കാൻ വേണ്ടി നുണ പറയാ, പച്ചക്കളവ് പറയാ, ആരോപണങ്ങൾ പറയാ. നിങ്ങൾക്കറിയോ, ഒരാളുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ ജീവനെ പോലെ തന്നെ ഇസ്ലാമിൽ പ്രിയപ്പെട്ടതാണ്. ഒരാളുടെ സ്വത്ത് അപഹരിക്കുന്ന പോലെ തന്നെയാണ് ഒരാളുടെ അഭിമാനം സംരക്ഷിക്കുക എന്നത്. ഒരാളുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടായിട്ടും പറയാതെ മരിക്കുന്നത് വരെ അതിനെ കാത്തു സൂക്ഷിച്ചാൽ, എന്റെ സുഹൃത്തിന്റെ മാനക്കേട് വരുത്തുന്ന ഒരു വാക്ക് എനിക്കറിയാം, അവന്റെ ഒരു സ്വകാര്യം, അത് ഞാൻ ആരോടും പറയാതെ കൊണ്ടു നടന്നാൽ, തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ, നമ്മുടെ സുഹൃത്തിന്റെ ഒരു അഭിമാനത്തെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും അവന്റെ മുഖത്തെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾക്കറിയോ, മറ്റുള്ളവരെ കുറിച്ച് സഹോദരങ്ങളെ സംസാരിക്കുമ്പോൾ നല്ല ഓർത്തോളൂ. ഞാന് മിഅ്റാജിന്റെ അന്ന് ആകാശത്ത് പോയപ്പോൾ ഞാനൊരു ജനതയുടെ അടുക്കിലൂടെ നടന്നുപോയി. ലഹും അൽഫാറുൻ മിൻ നുഹാസിൻ, ആ ആളുകൾക്ക് നല്ല ചെമ്പിന്റെ തകിടുകളെ കൊണ്ടുള്ള നഖങ്ങളുണ്ട് അവിടെ കൈകളിൽ. യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവിടെ മുഖങ്ങളെയും നെഞ്ചുകളെയും ആ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളെ കൊണ്ട് അവർ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫഖുൽതു, പ്രവാചകൻ പറഞ്ഞു, റസൂൽ പറഞ്ഞു, ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ, ഈ ചെമ്പിന്റെ നഖങ്ങളെ കൊണ്ട് മുഖങ്ങളെ മാന്തി കീറി പൊളിക്കുന്നവർ ആരാണെന്ന് ഞാൻ ചോദിച്ചു. കാല ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ മാംസങ്ങൾ മാന്തി കീറി തിന്നവരാണിവർ.
ആളുകളുടെ അഭിമാനങ്ങളെ ക്ഷതമേൽപ്പിച്ചവർ, അവിടെ തെറ്റുകളെ അന്വേഷിച്ച് അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് പണ്ഡിതന്മാരുടെയും പ്രവർത്തകന്മാരുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും മാനാഭിമാനങ്ങളെ പിറ്റിച്ച് ചിന്തിയവർ അവരിന്ന് സ്വന്തമായി ആ നഖങ്ങളെ കൊണ്ട് അവിടെ മുഖങ്ങളെ പിച്ച് ചീന്തുകയാണെന്ന് പറയാൻ പറ്റും. അവരുടെ അഭിമാനങ്ങളെ നഷ്ടപ്പെടുത്താൻ വേണ്ടി നടക്കുന്നവരായിരുന്നു അവർ എന്നാണ്. സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. മറ്റു വാക്കുകൾ പറയുമ്പോൾ അഭിമാനങ്ങളെ ക്ഷതമേൽപ്പിക്കുവാൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരാളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചാൽ സഹോദരങ്ങളെ അയാളെ സമൂഹത്തിൽ നിന്നും അയാളെ ബന്ധപ്പെടുന്നതും അകറ്റാൻ ആ ആരോപണങ്ങളെ കൊണ്ട് പറ്റും. ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പാൻ്റ് ഒന്ന് കയറ്റിയെടുക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിലൊക്കെ ഒരു ആശങ്ക. ആ ആശങ്കക്ക് നല്ലോണം വളം നൽകാവുന്ന ഒരു പ്രസ്താവന യഥാർത്ഥത്തിൽ നമ്മളെ പുറത്താക്കിയ ആൾക്കാർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതൊരു അന്ധവിശ്വാസത്തിലേക്കും നമ്മൾ ഇതുവരെ തിരിച്ചു കൊണ്ടുവന്ന ആ പഴയ യാഥാസ്ഥികതത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ നോക്കി നിൽക്കുന്ന പൊതുസമൂഹത്തിനും അമുസ്ലിങ്ങൾക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ തോന്നി കുറച്ചൊക്കെ ശരിയാണെന്നാ തോന്നുന്നത്. കുറച്ച് ചെറുപ്പക്കാരും മൗലവിമാരും കൂടി ഈ ആളുകളൊക്കെ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോവുകയാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ പോയാൽ അങ്ങോട്ട് എത്താൻ അങ്ങനെ പോകൂല. ഞങ്ങൾക്ക് നല്ലൊരു ബൗണ്ടറി ഉണ്ട്, അത് വരെ പോവുള്ളൂ. അതേതാ സഹോദരങ്ങളെ? ഈ ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്നതിനൊരു അതിരുണ്ട്. ആ അതിരെവിടെയാണെന്നറിയോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച കാലത്ത് പ്രവാചകൻ ദീൻ കണ്ട് പഠിച്ചവർ എങ്ങനെ ജീവിച്ചു ആ ആളുകളെ പോലെ ആവാനാണ് നമ്മുടെ പരിശ്രമം. അവിടെ നെഞ്ചകത്ത് എന്ത് വിശ്വാസമുണ്ടോ ആ വിശ്വാസത്തിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ടാണ് അന്ന് ഉഹുദിൽ രക്തസാക്ഷികളായവരുടെ കബറുകൾ ഇന്നും സഹോദരങ്ങളെ ഒരു കല്ല് പോലും എടുത്തു വെക്കാതെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നെഞ്ചകത്തെ വിശ്വാസത്തിൽ കബറ് കെട്ടിപ്പൊക്കുക എന്നൊരു സമ്പ്രദായമില്ല. അതേ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാണ് നമ്മൾ, തൗഹീദിലേക്ക്. നമസ്കാരത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. നിസ്കാരം പഠിപ്പിക്കാൻ മണിക്കൂറുകളുള്ള സീഡികൾ നമ്മൾ ഇറക്കിയത് എന്തിനാച്ചാൽ റസൂൽ നിസ്കരിക്കുമ്പോൾ ആൾക്കാർ നിസ്കരിക്കാനാണ്. ഹജ്ജിന് ആളുകളെ ഗ്രൂപ്പായി കൊണ്ടുപോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പണമുണ്ടാക്കാനല്ല സഹോദരങ്ങളെ, മറിച്ച് അവർ ഇസ്ലാമിന്റെ രൂപത്തിൽ ഹജ്ജ് ചെയ്യട്ടെ എന്നാണ്. നമ്മളെ കൂടെ നടന്ന് ആ ഹജ്ജിന്റെ അതേ കർമ്മങ്ങൾ നിർവഹിക്കട്ടെ എന്നാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് പലപ്പോഴും ഹജ്ജ് കമ്മിറ്റിയിലും ഒറ്റക്ക് പോയ ആൾക്കാർ ഒന്ന് ഹജ്ജിന് ഒരു 5 ലക്ഷം ചെലവായാലും വേണ്ടില്ല വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാച്ചാൽ അത് അതുപോലെ ചെയ്യാനാണ്. ആചാരങ്ങളിലും സമ്പ്രദായങ്ങളിലും സ്വഭാവങ്ങളിലും ഒക്കെ അതിൽ പെരുമാറ്റങ്ങളിൽ കൂടെ സഹോദരങ്ങൾ ഒരു മാറ്റം. അതാണല്ലോ എന്റെ വിഷയം. ആ പെരുമാറ്റത്തിൽ കൂടെ ഒരു മാറ്റം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ അയൽവാസിക്ക് നമ്മളെ ഈ സ്വഭാവത്തിലും ജീവിതത്തിലും ഒരു മാറ്റം. നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പെരുമാറ്റത്തിൽ, മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ, ജ്യേഷ്ഠാനുജന്മാരുമായുള്ള ബന്ധത്തിൽ ഒരു മാറ്റത്തിന് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് അനുകൂലമായ നല്ലൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ ഈ വിവാദങ്ങളും വിഷയങ്ങളും മാത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളും ദീൻ ആളുകളെ വസ്തുതാപരമായി പഠിപ്പിക്കുന്നതിലേക്ക് നമ്മുടെ പ്രോഗ്രാമുകൾ പരിണമിച്ചു. അതാണ് ഇപ്പൊ ഈ ക്യാമ്പിന്റെ ഫലത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ വിജ്ഞാനവേദികൾ അതിനാണ്, QHLSകൾ അതിനാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ദീൻ പഠിക്കാൻ പ്രത്യേക രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇപ്പൊ നോക്ക്, നിങ്ങൾ അപ്പുറത്ത് നമ്മുടെ കളിച്ചങ്ങാട് നടക്കാണ്. കുട്ടികൾ പിന്നെ എല്ലാ നമ്മുടെ കൂടെയുള്ള കുട്ടികളെയും മറ്റേ കുട്ടികൾ വന്നാൽ എന്താ പരിപാടിക്ക് ഉണ്ടാകുക? അവർ ഈ പരിപാടി എടുക്കാൻ ഇങ്ങനെ ഓടിക്കിടക്കും, നമ്മളെ പരിപാടി കേൾക്കാനും സമ്മതിക്കൂല. എന്താ നമ്മുടെ കുട്ടികളുടെ ആലോചനകളും MSMന്റെ ആസൂത്രണങ്ങളും നമുക്ക് എന്തുപകാരപ്പെട്ടു? ഇന്ന് നിങ്ങൾ വൈകുന്നേരം ചെന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ പ്രസംഗം കേട്ടതിനേക്കാളും അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അതൊരു വലിയ മാറ്റല്ലേ സഹോദരങ്ങളെ? ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഈ കഴിഞ്ഞ ജില്ലാടിസ്ഥാനത്തിൽ MSM ഐസക്കുകളിൽ പങ്കെടുത്ത കുട്ടികൾ ഇതേപോലെ വലിയ വലിയ ടൗൺ ഹാളുകളിൽ നിറച്ച ഹൈസ്കൂൾ കുട്ടികളാണ്. ഞാൻ പറഞ്ഞ ശരിക്കും എന്താന്ന് വിചാരിച്ചാൽ പൂർണ്ണ നിശബ്ദതയോടുകൂടി ആ കുട്ടികൾ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേട്ടത് മാത്രമല്ല ഒരു ദിവസത്തെ ക്യാമ്പയുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാ, ഇതിൽ നമ്മുടെ കുട്ടികളും നമ്മളും ബന്ധപ്പെട്ടത് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കണം. സവാടെ നമ്മൾ ബന്ധപ്പെടണം. നമ്മുടെ പരിസരത്തെ ലേണിംഗ് ക്ലാസ്സിൽ നമ്മൾ പോകണം, വിജ്ഞാനവേദികൾ നമ്മൾ പങ്കെടുക്കണം. ഇത്തരം ക്യാമ്പുകളിൽ അല്പം സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും ചില പരിമിതികൾ ഉണ്ടെങ്കിലും കുറെ സമയം ഇരിക്കുമ്പോൾ മുഷിപ്പ് തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ഒരു പഠന ക്ലാസ്സിൽ കിട്ടുന്ന പ്രതിഫലം ആലോചിച്ച് നമ്മുടെ ഏകാഗ്രതയോടെ ഇരിക്കണം. കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് കേരളം ഏറ്റവും അധികം ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഏറ്റെടുത്തു ഒന്നാണ് പ്രോഫ്കോൺ. നിങ്ങൾക്കറിയാം, 4000 ചില്ലാനം വിദ്യാർത്ഥികളെയാണ് മലപ്പുറത്ത് നമ്മൾ പങ്കെടുത്തത്. സൗദി മുഴുവനും എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിക്കുന്ന കുട്ടികളായിരുന്നു അവിടെ വന്നെടുത്ത കുട്ടികൾ. അതേ പരിപാടി നമ്മൾ പത്തനംതിട്ടയിലാണ് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം, നമ്മുടെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പള്ളി ഇത്ര കാലത്തെ പ്രവർത്തന കാലഘട്ടത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റാത്ത ഒരേ ഒരു ജില്ലയാണ്. ഒരു പള്ളി പോലും നമുക്കില്ല, വിശാലമായ ഒരു ജില്ലയിൽ. അവിടെ ഒരു പള്ളി, വിശ്രമിക്കാൻ ഒരു പള്ളിയോ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് 5000-ലധികം വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടാനുള്ള ആത്മധൈര്യമാണ്
MSM കാണിച്ചിരിക്കുന്നത്. ഒന്നാമത് അത്തരമൊരു വലിയ ധീരകൃത്യം അവർ ഏറ്റെടുത്തത് കൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രബോധനത്തിന് വേണ്ടി ഇന്ന് വീടുകൾ തോറും കയറി കുട്ടികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തുനിന്നും പുറത്തുനിന്നും വലിയ വിമർശനങ്ങൾ പ്രോഫ്കോണിനെതിരെയുണ്ട്. കാരണം പ്രോഫ്കോൺ കേരളത്തിന്റെ പ്രബോധന ചരിത്രത്തിൽ വലിയ സംഭവമാകുന്നത് കൊണ്ട് ആളുകൾ അതിന്റെ ചെറിയ ചെറിയ തകരാറുകൾ ചൂണ്ടിക്കാണിച്ച് അവിടുന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ആ കുട്ടി ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്യുക, കൂടെ ആണുങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അപ്പോൾ അനിസ്ലാമികമായ പരിപാടിയല്ലേ പ്രോഫ്കോൺ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു മൂലയിൽ നിന്ന് നമ്മൾ പ്രോഫ്കോണിന് വരുമ്പോൾ ഭർത്താവില്ലാതെയും വാപ്പില്ലാതെയും വരണം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. എവിടേക്ക് എല്ലാവർക്കും എങ്ങനെയാണോ പോകൽ ഇസ്ലാമിക യാത്ര അങ്ങനെ തന്നെ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. ഓരോ ആരോപണങ്ങൾ ചില ഭാഗത്ത് പറയുന്നു 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ ചെലവാക്കി ഒരു പരിപാടി നടത്തേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, എല്ലാ ചോദ്യങ്ങളെയും അതിജീവിച്ച് പാരലായ ഒരു പ്രോഫ്കോണിനെയും അതിജീവിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫ്കോൺ നടന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 ദൗത്യമുണ്ട് സഹോദരങ്ങളെ. ഒന്ന്, കോയമ്പത്തൂരൊക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികൾ ഈ പാലക്കാടുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ഈ ഫെബ്രുവരിയിലെ 2nd വീക്കിൽ എന്തായിരുന്നാലും നിങ്ങൾ പത്തനംതിട്ടയിൽ എത്തിക്കണം. നിങ്ങൾ എത്തിക്കുന്ന MSMന്റെ പ്രവർത്തനത്തെ വിജയിപ്പിക്കാനല്ല, ആ കുട്ടിക്ക് ഒരു നന്മ ലഭിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മക്കൾ അവിടെ ഉണ്ടാവണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇവിടെ വെച്ച് നിങ്ങൾ ഏത് കുട്ടിന്റെ പേരും അഡ്രസ്സും പുറത്തെ കൗണ്ടറിൽ കൊടുത്താൽ അവരത് രേഖപ്പെടുത്തും, അവർ ആ കുട്ടികളുമായി ബന്ധപ്പെടും, അവരെ വിളിക്കും. പ്രോഫ്കോണിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് പുറത്ത് ലഭ്യമാണ്. ഈ പരിപാടി കഴിഞ്ഞു പോലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല സഹോദരങ്ങളെ, ഒരു കുട്ടിക്ക് ഏകദേശം 900 രൂപയോളം ചെലവ് വരും 3 ദിവസത്തേക്ക്. നിങ്ങൾക്ക് ഒരു കുട്ടിയോ 2 കുട്ടിയോ 10 കുട്ടികളൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റും. ഈ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കുമ്പോൾ ഓരോ കുട്ടികളും ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ. ഞാൻ തന്നെ പരിപാടി കഴിഞ്ഞ് വെറുതെ ഒരു വീട്ടിൽ ചെന്നതാണ്. ആ വീട്ടിലെ മരുമകൻ ഒരു ഡോക്ടറാണ്. അവനെ കണ്ടപ്പോൾ ശരിക്കും ഒരു 100% നമ്മുടെ സലഫിയത്ത് ഉൾക്കൊണ്ടൊരു അവസ്ഥ. ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചു. ഞാൻ ഇന്നത്തെ പുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതിയ പ്രോഫ്കോണിനെ പറ്റി ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒരു വിവരമില്ല. കാരണം അവൻ ഈ പ്രസ്ഥാന പ്രവർത്തനങ്ങളുമായിട്ടൊരു ബന്ധമില്ല. ഇപ്പൊ ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഇവരിൽ ഇങ്ങനെ ഒരു മാറ്റം. കഴിഞ്ഞ അവൻ പഠിച്ച കാലത്തുണ്ടായിരുന്ന ഒരു പ്രോഫ്കോണിലൂടെ മാറിയ മാറ്റത്തെ ഇന്നും അവൻ കാത്തുസൂക്ഷിക്കും. ഇന്നൊരു ഹെൽത്ത് സെന്ററിൽ PHCയിൽ MBBS ഡോക്ടറായിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യുന്നു. അവന്റെ ഭാര്യയും അവന്റെ കുട്ടികളെയും അവൻ ആ ഒരു ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇന്ന് അവന് മുജാഹിദ് പ്രസ്ഥാനവുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സൃഷ്ടിക്കാൻ പ്രോഫ്കോണിന് പറ്റിയിട്ടുണ്ട്. സഹോദരങ്ങളെ, എല്ലാ വിമർശനങ്ങളെയും എല്ലാറ്റിനെയും നമ്മൾ അവഗണിച്ചുകൊണ്ട് ആ രംഗത്തെ നമ്മൾ ശ്രദ്ധ ഉണ്ടാണെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇസ്ലാമികമായ കാര്യങ്ങൾ കൂടുതൽ പഠിച്ചറിയാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ദാവാ വോയിസ്, അൽ ഇസ്ലാഹ് റേഡിയോ, അതേപോലെ നമുക്ക് കിട്ടാവുന്ന CD-കൾ എല്ലാം ഉപയോഗപ്പെടുത്തി നല്ല ഇസ്ലാമിക് സോഫ്റ്റ്വെയറുകളിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള നല്ല സംവിധാനങ്ങളുണ്ട്. എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച, പ്രവാചകൻ നിർദ്ദേശിച്ച എല്ലാ മാതൃകകളെയും ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് ഒരു മാതൃകാ സമൂഹമായി വരുവാനും ഈ ശക്തമായ സന്ദേശങ്ങളെ തൗഹീദിന് ലോകത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഈ ശക്തമായ കൂട്ടായ്മയും പ്രയാണങ്ങളിലും യാതൊരു വിഭാഗീയതയും ഇല്ലാതെ സഹോദരങ്ങളെ നമ്മുടെ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ നല്ല മാനസികമായ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പകത്തിന്റെ മേധാതാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു